നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമായ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടി. കേന്ദ്ര സർക്കാരിനെതിരെ LDF കൺവീനറുടെ രൂക്ഷ വിമർശനം. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങൾ അറിയാതെയെന്നും TP രാമകൃഷ്ണൻ. പട്ടാമ്പി ഓർച്ചാട് നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചത് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ പദ്ധതികൾക്ക്. ഓർച്ചാടിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ഫാം സ്കൂൾ, ഫാം ടൂറിസം പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും. തിരുവല്ലോമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ പതിച്ചു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ തീ പടർന്ന് കൊപ്പം വിളത്തൂരിൽ കിടക്ക കമ്പനി കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം, ആളപായമില്ല. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് തകർന്നു. വാർത്തകൾ വിശദമായി. ലഹരി സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ലഹരിക്കെതിരായ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു വിഭാഗം ആശാവർക്കർമാർ നടത്തുന്ന സമരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണെന്നും TP രാമകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. ലഹരിക്കെതിരെ ഫലപ്രദമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ ലഹരിക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. ഉദാഹരണമാണ് വിമുക്തി കേന്ദ്രം. ലഹരിക്കെതിരായ പ്രചരണത്തിന് സർക്കാർ മുഖ്യ പരിഗണനയാണ് നൽകുന്നത്. ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടിയാണ് CPM എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മദ്യത്തിന്റെ വില ഉയർന്നിട്ടും ആളുകൾ വാങ്ങുന്നുണ്ട്. സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നത് സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനാണ്. മദ്യനിർമ്മാണശാല വിനോദസഞ്ചാരികൾക്കു കൂടി വേണ്ടിയാണെന്നും വിനോദസഞ്ചാരികൾ എത്തണമെങ്കിൽ ബാർ ഹോട്ടൽ വേണമെന്നും TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് മദ്യം ഇവിടെ നിർമ്മിക്കുന്നത്. മദ്യം നിർമ്മിച്ചാൽ സർക്കാരിന്റെ വരുമാനം കൂടും. മദ്യത്തിന് വില കുറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്ര ബാർ ഹോട്ടലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. അപ്പൊ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ വേണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനം വേണം. അപ്പം ഇതിന് മദ്യം വേണ്ടേ? ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യം. ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് മദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉത്പാദിപ്പിക്കണം. ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിക്കും, തൊഴിലും വർദ്ധിക്കും. അത് ആ നിലയിലാണ് കണ്ടത്. അതിന്റെ അർത്ഥം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. നിലവിലെ മനുഷ്യന്റെ ഉത്ഭവം മുതൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ളത് അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റം വരും. അതാണ് പാർട്ടിയുടെ ബന്ധം. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ള ആ രീതിയിലല്ല. ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി നല്ല ബോധവൽക്കരണ പ്രവർത്തനം സമൂഹത്തിൽ നടക്കും. അതിനാണ് ഊന്നൽ. അതിനാണ് എല്ലാവരും ചോദിച്ചത്. അങ്ങനെ ബോധവൽക്കരണത്തിന്റെ ഭാഗത്ത് ഞാൻ മദ്യപിക്കുന്ന ആളാണെങ്കിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ്. കേരളമെന്ന പദം പോലും ബജറ്റിലില്ല. വയനാട് ദുരിതബാധിതർക്ക് ഒന്നും തന്നില്ല. സ്വകാര്യവൽക്കരണത്തിലേക്കാണ് കേന്ദ്രം പോകുന്നതെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരുമായി ചർച്ച നടത്തി അംഗീകരിച്ച് പിരിഞ്ഞുപോയവരാണ് സമരരംഗത്തുള്ളത്. ആശാവർക്കർമാർക്കൊപ്പമാണ് LDFും CPMും എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗായത്രി പുഴയ്ക്ക് കുറുകെ കൊണ്ടാഴി തിരുവല്ലോമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് തടയണയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മലപ്പുറം കോട്ടക്കൽ സ്വദേശി ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുത്താമ്പുള്ളിയിൽ നിന്ന് കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. തിരുവല്ലോമല ഭാഗത്തു നിന്ന് പുഴയിലെ തടയണയിലേക്ക് ഇറങ്ങിയ ഉടൻ ദിശ തെറ്റി പുഴയിൽ അകപ്പെടുകയായിരുന്നു. ഒപ്പം മറ്റൊരു കാറിലുണ്ടായിരുന്ന ബന്ധുക്കളും അപകടം കണ്ട ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. കാർ വീണ ഭാഗത്ത് പുഴയിൽ 5 അടിയോളം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു.
കരയിൽ നിന്ന് ഏകദേശം 30 മീറ്ററോളം ദൂരത്തിലാണ് കാർ പതിച്ചത്. അപകട വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നേരത്തെയും ഈ ഭാഗത്ത് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ചു തകർന്നു. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയിൽ മേജർ റോഡ് മുസ്ലിം പള്ളിക്ക് സമീപമാണ് അപകടം. മേജർ റോഡ് അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് തകർന്നത്. കനത്ത മഴയെ തുടർന്ന് മറ്റൊരു വാഹനം കാറിന്റെ പിന്നിൽ ഇടിച്ചതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊപ്പം വിളത്തൂരിൽ ഇടിമിന്നലിൽ തീപിടിച്ച് കിടക്ക കമ്പനി കത്തി നശിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറ വിളത്തൂർ റോഡിനോട് ചേർന്ന് വിളത്തൂരിൽ പ്രവർത്തിക്കുന്ന ഡോഫോർട്ട് കമ്പനിയാണ് കത്തി നശിച്ചത്. ശക്തമായ മഴയും മിന്നലും ഉണ്ടായ സമയത്താണ് കമ്പനിയിൽ തീ ആളിപ്പടർന്നത്. കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു. ആളുകൾക്ക് അടുക്കാൻ പോലും കഴിയാത്ത തീവ്രതയിലാണ് തീ പടർന്നത്. പട്ടാമ്പിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീയണയ്ക്കാൻ മണിക്കൂറുകളോളം പണിപ്പെടേണ്ടി വന്നു. ഞായറാഴ്ചയായതുകൊണ്ട് കമ്പനിയിൽ പണിക്കാർ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ആളപായം ഒഴിവായി. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഓർച്ചാട് നവീകരണത്തിന് ഭരണാനുമതി. 5 കോടിയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 20% തുക അനുവദിച്ചിരുന്നു. 2024-2025 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പട്ടാമ്പി സെൻട്രൽ ഓർച്ചാട് നവീകരണ പദ്ധതിക്കാണ് ഭരണാനുമതിയായത്. 5 കോടിയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 20% തുക അനുവദിച്ചിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ ചുമതല നൽകിയിട്ടുള്ളത്. പട്ടാമ്പി മേഖലയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മെച്ചപ്പെട്ട വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി സമീപിച്ചിരുന്ന സ്ഥാപനമായിരുന്നു 60കളിൽ സ്ഥാപിതമായ കാർഷിക വകുപ്പിന് കീഴിലുള്ള ഓർച്ചാട്. വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സ്ഥാപനത്തെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊരുക്കി സ്ഥാപനത്തെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലയിലുള്ള കർഷകർക്ക് കൂടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നവീകരണത്തിൻ്റെ ലക്ഷ്യം. പട്ടാമ്പി MLAയുടെ നേതൃത്വത്തിലാണ് ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. നൂതന കാർഷിക രീതികൾ കൃഷിക്കാരിൽ എത്തിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഫാം സ്കൂൾ പദ്ധതിയും കാർഷിക രംഗത്തെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കുന്ന ഫാം ടൂറിസം പദ്ധതിയും ഇതിന്റെ ഭാഗമായി തന്നെ ഓർച്ചാഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി 2024-25 ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാഡിന്റെ സമഗ്ര നവീകരണം. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 5 കോടിയാണ് അനുവദിച്ചത്. 20% ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം MLAയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇപ്പോൾ അതിന് അംഗീകാരം കിട്ടി. ഏറ്റവും സന്തോഷമുള്ള വാർത്ത 5 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ്. സെൻട്രൽ ഓർച്ചാഡ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഫാമാണ്. വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല, ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പ്ലാസ്റ്റിക് മുക്ത ഹരിത വാർഡായി പ്രഖ്യാപിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB സജിതയാണ് പ്രഖ്യാപനം നടത്തിയത്. ദീർഘനാളത്തെ പരിശ്രമത്തിനും ശുചീകരണത്തിനും ഒടുവിലാണ് വാർഡിന് ഈ പദവി നേടാനായത്. സ്ഥിരമായി മാലിന്യം തള്ളുന്നവരെ പഞ്ചായത്ത് പിടികൂടി വലിയ പിഴ ഈടാക്കുമെന്നും മാലിന്യം തള്ളുന്നവരെക്കുറിച്ചുള്ള വിവരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സജിത പറഞ്ഞു. CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പരിഹാരം കാണാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആളുകൾ വലിച്ചെറിയുന്നത് അപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജനകീയ ക്യാമ്പയിൻ 3 ദിവസങ്ങളായി ഈ പ്രദേശത്ത് ആളുകളും ഹരിതകർമ്മസേന അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ മാലിന്യമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും നമുക്കറിയില്ല, ഇനി ഈ റോഡിലൂടെ പോകുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തെ ആളുകളല്ല, എവിടുന്നോ വരുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വഴിയോരങ്ങൾ നമ്മുടെ പഞ്ചായത്ത് JCB ഉപയോഗിച്ച് ഒരുപാട് വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ വൃത്തിയാക്കിയ ശേഷം വീണ്ടും വീണ്ടും വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മാലിന്യത്തിൽ നിന്ന് നമുക്ക് ആളുകളുടെ പേരും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും നടപടി ഉണ്ടാവും. ഇനിയും നമ്മൾ ഒരാഴ്ചക്കാലം
ഈ പ്രദേശം സ്ക്വാഡായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സുലോചന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുനിത പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു ചെറിയാൻ, 12ാം വാർഡംഗം പ്രശോഭ് എന്നിവർ സംസാരിച്ചു. വാർഡംഗം വി ലക്ഷ്മണൻ സ്വാഗതവും ഹരിതകർമ്മസേന പ്രസിഡന്റ് ബീന നന്ദിയും പറഞ്ഞു. ഹരിതസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു. മുണ്ടൂർ പഞ്ചായത്തിലെ ഹരിത വാർഡായി പ്രഖ്യാപിച്ച ആദ്യ വാർഡ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്നേഹ സാഹോദര്യങ്ങളുടെ സന്ദേശവുമായി കുളപ്പുള്ളി ടൗൺ മസ്ജിദിലെ നോമ്പുതുറ. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ഒരു നാടിന്റെ ഒത്തുചേരലായി മാറുകയാണ് മസ്ജിദിലെ നോമ്പുതുറ വേള. കുളപ്പുള്ളി ടൗൺ മസ്ജിദിൽ നടന്നുവരുന്ന നോമ്പുതുറ സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്ന ഇഫ്താറായി മാറുകയാണ്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നാട്ടുകാരുടെ ഒത്തുചേരൽ വേദിയായി ഇവിടം മാറുന്നു. ഞായറാഴ്ച നടന്ന നോമ്പുതുറയിൽ ഷൊർണൂർ നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ മനോജ്, വിലാസ്, കുളപ്പുള്ളി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് നോമ്പുതുറ നടത്തുന്നത്. സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം നോമ്പുതുറകൾ കലുഷിതമായ സമൂഹത്തിൽ ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഇഫ്താർ പകരുന്നതെന്ന് കമ്മിറ്റി അംഗങ്ങളും നടത്തിപ്പുകാരുമായ താഹിർ, മുനീർ, മുസ്തഫ എന്നിവർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള ആളുകൾ ഈ ഒരു നോമ്പ് തുറയിൽ ഇവിടെ പങ്കാളികളാണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ നോമ്പ് തുറന്നതിന് ശേഷം വയറ് നിറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നിറയുന്നത്. കാരണം ഒപ്പം ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ആ ഒരു സ്നേഹം പങ്കുവെക്കലോടെ കൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കൂടെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരേ ആകാശത്തിന്റെ കീഴിൽ വസിക്കുന്ന നമ്മൾ ഈ നമ്മുടെ സാഹോദര്യം നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ കുളപ്പുള്ളി ടൗൺ മസ്ജിദിലെ ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ടിപ്പർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ ഇഫ്താർ സംഗമം നടത്തി. മുണ്ടൂർ TLS ഹാളിൽ നടന്ന സംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ച് പറയുമ്പോൾ സ്നേഹമാണ് അതിന്റെ മതമാണ് ക്രിസ്തു മതം, സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം മതം. അപ്പോൾ സ്നേഹമില്ലാതെ സാഹോദര്യമില്ല, സാഹോദര്യമില്ലാതെ സ്നേഹമില്ല. അതുകൊണ്ട് ഈ മതത്തിലൊന്നും ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും മോക്ഷമാർഗമാണ് പല മതങ്ങളും പറയണം. അതിന്റെ ധാരകൾ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, അതിന്റെ ആശയം ഒന്നാണ്. അതുകൊണ്ട് പല മതസാരവും ഏകം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ പോയി മതത്തെ അധികാരം പിടിക്കാനുള്ള ഉപാധിയും ഉപകരണവുമായി മാറ്റിയപ്പോൾ ഏറ്റവും വലിയ അശാന്തി അതിൻ്റെ പേരിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സത്യാന്വേഷണത്തിന് വേണ്ടിയാണ് ഒരു സമൂഹം ആകെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹോക്കി ഇന്ത്യൻ താരം അനിത വിജേഷിനെ ആദരിച്ചു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ്, OC ശിവൻ, S നാരായണൻകുട്ടി, രക്ഷാധികാരി V ലക്ഷ്മണൻ, സന്തോഷ് സംഗീതം, VC ദേവദാസ്, അനിത വിജേഷ് എന്നിവർ സംസാരിച്ചു. മുജീബ് റഹ്മാൻ സ്വാഗതവും CK ഭവദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കമ്പനിപ്പടിയിൽ അഴീക്കോടൻ രാഘവന്റെ നാമധേയത്തിൽ ജനകീയ വായനശാല പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA വായനശാല ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്ത് മൺമറഞ്ഞു പോയ നേതാക്കളെയും നവോത്ഥാന പ്രവർത്തകരുടെയും ഒക്കെ ഓർമ്മകൾ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്ത് ഏറെ പ്രസക്തമാകുന്നതും ഇത്തരം വായനശാലകളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും എല്ലാം ആവശ്യകതയും ചരിത്രത്തെ പിൻപറ്റിക്കൊണ്ടാണ്. ഇത് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാട് ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷന്റെ കാലഘട്ടമാണ്. മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ബ്ലോക്ക് അംഗം അബ്ദുൽ മുത്തലി, ഷഫീന നജീബ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് P ജിജേഷ്, NS ബ്രിജേഷ്, TR ശശി, SJN നജീബ്, ഗണേശൻ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന പുരസ്കാരം നേടിയ അംഗൻവാടി വർക്കർ ധനലക്ഷ്മിയെയും വായനശാലയ്ക്ക് ഭൂമി വാങ്ങി നൽകിയ PN സജിത് മാസ്റ്ററെയും MBA 3ാം റാങ്ക് കരസ്ഥമാക്കിയ CP അനൂഷയെയും ചെണ്ടവാദ്യം അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി N മനോജ് കുമാർ സ്വാഗതവും വായനശാല പ്രസിഡന്റ് P സേതുമാധവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓടന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങൾ മാർച്ച് 30-ന് വിവിധ പരിപാടികളോടെ നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിളംബര റാലി ഗ്രാമപഞ്ചായത്ത് അംഗം മാലിനി കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഷൊർണൂരിൽ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പട്ടാമ്പി അൽ ഷഹാമ കണ്ണാശുപത്രിയുമായി ചേർന്ന് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റിലാണ് ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാല സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് സെക്രട്ടറി V രതീഷ്, അൽ ഷഹാമ കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ സാന്ദ്ര എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് വായനശാലയുടെ ആദരവ് വായനശാല ഭാരവാഹികളിൽ നിന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി K വിനോദ് സ്വാഗതവും KP ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. നേത്രപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി ചേന്തങ്ങാട് വീട്ടിൽ പരേതനായ വേലായുധന്റെ മകൻ 55 വയസ്സുള്ള മാണിക്കിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോട്ടായി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അമ്മ പൊന്നു, ഭാര്യ വസന്ത, മക്കൾ ശിവപ്രസാദ്, അശ്വതി, അരുൺ. മഹിളാ അസോസിയേഷൻ നേതാവും CITU നേതാവുമായിരുന്ന ശ്രീദേവി കുട്ടി ടീച്ചറുടെ 7ാമത് അനുസ്മരണം മണ്ണൂരിൽ സംഘടിപ്പിച്ചു. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P സുരേഷ് ബാബു, LC അംഗങ്ങളായ PV പീതാംബരൻ, KA അസീസ്, K സൈദലവി, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ഏരിയ സെക്രട്ടറി K ശ്രീദേവി, ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു. അവരുടെ വിയോഗം ഇവിടുത്തെ പാർട്ടിക്ക് വലിയ തീരാനഷ്ടം തന്നെയാണ്. ആ സഖാവിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുക, ആ സഖാവ് സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മണ്ണിൽ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള ഏറ്റവും വലിയ മുഴുവൻ ആളുകളുടെയും പാർട്ടിയാക്കി മാറ്റാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നേതൃത്വം കൊടുക്കുക എന്നാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ സഖാവിനോട് ചെയ്യാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമായ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടി. കേന്ദ്ര സർക്കാരിനെതിരെ LDF കൺവീനറുടെ രൂക്ഷ വിമർശനം. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങൾ അറിയാതെയെന്നും TP രാമകൃഷ്ണൻ. പട്ടാമ്പി ഓർച്ചാട് നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചത് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ പദ്ധതികൾക്ക്. ഓർച്ചാടിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ഫാം സ്കൂൾ, ഫാം ടൂറിസം പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും. തിരുവല്ലോമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ പതിച്ചു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ തീ പടർന്ന കൊപ്പം വിളത്തൂരിൽ കിടക്ക കമ്പനി കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം, ആളപായമില്ല. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.